വണ്ടി ഫസ്റ്റായിട്ട് പുറത്തിറങ്ങാൻ പോവാണ് കേട്ടോ. സ്കാനിയ ബസ് ഇത്രയും ഭംഗിയിൽ ഞാൻ ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. ബ്രാൻഡ് ന്യൂ സ്കാനിയ കൺവേർട്ടഡ് സ്ലീപ്പർ ബസ്സിൻ്റെ 42 ബെർത്തുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാംഗ്ലൂർ ട്രിവാൻഡ്രം റൂട്ടിലെ പുഞ്ചിരിൻ്റെ മൂന്നാമത്തെ വണ്ടി. തൊട്ട് സൈഡിൽ മുരഹരൻ്റെ വോൾവോ B11R. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ പുഞ്ചിരിൻ്റെ റീഫർബിഷ്ഡ്, അതായത് കൺവേർട്ടഡ് സ്കാനിയ സ്ലീപ്പർ ബസ്സിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ട്രിപ്പാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ ബാക്കിൽ ആ ഒരു പിങ്ക് കളറിലൊരു സംഭവം കണ്ടില്ലേ, അതാണ് നമ്മളെ പുതിയ ബസ്. അപ്പോൾ ബസ് ഇവിടെ നന്ദി കോച്ച് ബിൽഡേഴ്സിൻ്റെ ഗ്യാരേജിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി സമയം 5:45 ആയപ്പം നമ്മളെ ബസ്സിൻ്റെ എല്ലാ ഫിനിഷിങ് വർക്കും കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന്. അപ്പം ഐ എം സൂപ്പർ എക്സൈറ്റഡ്. പുഞ്ചിരിൻ്റെ ഇതൊരു സെമി സ്ലീപ്പർ വണ്ടിയായിരുന്നു, ധോണിൻ്റെ ലിവറിയുള്ള ഒരു കൺവേർട്ട് ചെയ്ത് നല്ലൊരു കിട്ടിലെ അടിപൊളി സ്ലീപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ സ്കാനിയ കൺവേർട്ടഡ് സ്ലീപ്പർ ഇന്നേ വരെ ഇതേപോലെ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ക്യാബിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഇൻറ്റീരിയർ കാണിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട് എല്ലാം നിങ്ങൾ കണ്ടില്ലേ, നല്ല സൂപ്പർ കളറാണോ, നല്ല അട്രാക്റ്റീവ് കളറായി, നല്ല പിങ്ക് കളറിൽ പിങ്കും ബ്ലൂവും കൂടിയും സൂപ്പറായിട്ടുണ്ട്. ഒരു ചെറിയൊരു പൂജ സെറിമണിയാണ് കേട്ടോ ഇവിടെ. ഇതാണ് പുഞ്ചിരിൻ്റെ ഓണേഴ്സ്, മാനേജേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നന്ദി കോച്ച് ബിൽഡേഴ്സിൻ്റെ ഓണറും ഇവിടെ ഉണ്ട് കേട്ടോ. They're going to take it out? No, just little forward. Okay. അങ്ങനെ വണ്ടി ഫസ്റ്റായിട്ട് പുറത്തിറങ്ങാൻ പോവാണ് കേട്ടോ. आजा पीछे आ जाएगा सर पूरा, इधर आ जाओ विश्वास, इस साइड आ जाओ. आजा पूरा पीछे, इधर आ जाओ पीछे और पीछे कोई नहीं आते रहो.
അങ്ങനെ നമ്മൾ വണ്ടി ഇവിടുന്ന് നന്ദി കോച്ച് ബിൽഡേഴ്സിന്റെ ഗ്യാരേജിൽ നിന്ന് പുറത്തെടുത്ത് നമ്മൾ മടിവാള ഫസ്റ്റ് പിക്കപ്പ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയർ ഒരു രക്ഷയില്ല. ഇത് സ്കാനിയ കൺവേർട്ടഡ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. അത്രക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. സൂപ്പർ 42 ബർത്തുകൾ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയർ കാണാം. ബ്രാൻഡ് ന്യൂ സ്കാനിയ കൺവേർട്ടഡ് സ്ലീപ്പർ ബസ്സിൻ്റെ 42 ബർത്തുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 14.5 മീറ്റേഴ്സാണ് വണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ 2 ഡെക്കായിട്ട് 2x1 കോൺഫിഗറേഷനിൽ 42 സീറ്റുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലീപ്പർ ബർത്തുകളാണ്. പക്ക വോൾവോ ഇൻറ്റീരിയർ പോലെ, വോൾവോ 900 ഒക്കെ ഇൻറ്റീരിയർ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡബിൾ ബെർത്തുകൾ വരുന്നത്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ പറയാം. സ്കാനിയ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോ വ്യൂ കുറവാണെന്ന് പല ആളുകളും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. അപ്പം ഇതിൻ്റെ വിൻഡോ വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ സൈഡിൽ 2 ബർത്തുകളാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബർത്ത് തന്നെയാണ്. പിന്നെ അതേപോലെ മീഡിയം കർട്ടണ്, 2 സെപ്പറേറ്റ് റീഡിംഗ് ലാമ്പുകൾ, 4 AC വെൻറ്റുകൾ, പിന്നെ ഇവിടെ വോൾവോ 9600 മോഡലുള്ള ഒരു ലഗേജ് സ്റ്റോറിങ് സംഭവം. നല്ല പ്രീമിയം സാധനം തന്നെയാണ് കേട്ടോ. ലോക്കൽ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു ഫീലല്ല, നല്ല അടിപൊളി സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനും. പിന്നെ അതേപോലെ തന്നെ പുഞ്ചിരിൻ്റെ നല്ലൊരു സൂപ്പർ ബ്ലാങ്കറ്റ്, പിന്നെ തലയാണ നല്ല കട്ടിൽ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ തലയാണ കേട്ടോ. അത് നല്ല കുഷ്യനുള്ള അടിപൊളി സംഭവം. അപ്പം ഇത് ചെറിയ തലയാണൊന്നല്ല, ഈ സൈസ് ഉണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ ബെഡിലുണ്ടാകുന്നതിൻ്റെ തലയാണ. പിന്നെ ഈ സൈഡിൽ വരുന്ന ഇത് എൻജിൻ്റെ ഗ്ലൈഡേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സൈഡിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സീറ്റ് മാർക്കിങ്ങും സംഭവങ്ങളും കൊടുത്തത്, മുകളിൽ സീറ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് എസിൻ്റെ വെൻറ്റ് വരുന്നത് കേട്ടോ. വലിയൊരു AC യൂണിറ്റിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് കയറി വരുന്നതൊക്കെ നല്ല വലിയ വീതിയുള്ള സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട്. ഇവിടെ നല്ലൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കിടിലൻ ഹൈറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ സിംഗിൾ ബെർത്ത് സീറ്റുകൾ കാണണ്ട നമുക്ക്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സിംഗിൾ ബെർത്ത് സീറ്റ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വോൾവോ 9600 ബ്ലാങ്കറ്റുകളാണ്. എല്ലാം പുതിയ ബ്രാൻഡ് ന്യൂ ബ്ലാങ്കറ്റാണ്. ഓണം സീസണിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടോ. അപ്പം ഇവിടെ നോക്കണം, ഈ ബെർത്തിൻ്റെ വലുപ്പമുള്ളൊരു പില്ലോ ആണ് കൊടുത്തത്. പിന്നെ അതേപോലെ ഒരു നല്ല കട്ടിയുള്ള നല്ല കിട്ടിലെ ബ്ലാങ്കറ്റ്, നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ, സിംഗിൾ ബ്ലാങ്കറ്റ്. പിന്നെ ഇവിടെ ഒരു ഫോൺ ഹോൾഡർ, ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു ഫുള്ള് തന്നെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഐഫോണിലുള്ളവർക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ടൈപ്പ് ചാർജിങ് ബോട്ടുകളുള്ളവർക്ക് കുറച്ച് പണിയായിരുന്നു കേട്ടോ. അങ്ങനെപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈവേ റോഡ് കയറുകയാണ്, സൈഡിൽ നിന്നൊക്കെ ഫുള്ള് ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ AC വെൻറ്റ്, ഇവിടെ AC വെൻറ്റ്, ഇവിടെ റീഡിങ് ലാമ്പ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. ഇതൊരു നൈറ്റ് ലാമ്പ്, ഇത് കൊള്ളാട്ടോ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് അത്യാവശ്യമുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഈ സൈഡിലൂടെയൊക്കെ ഇവർ നല്ലൊരു വാം വൈറ്റ് കളറിലുള്ള ഒരു നൈറ്റ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇതേപോലത്തെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്, 1 വാട്ട് ലൈറ്റുകൾ. അതും കൊള്ളാം, അടിപൊളി. ഇനി എനിക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതും നല്ല ഒരു ഇത് തന്നെ ഉണ്ട്. പിന്നെ മെയിൻ സംഭവത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഈ സൈഡിൽ നിന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. കൺവേർട്ടഡ് സ്കാനിയ ബസ്സുകളിൽ ഈ താഴെ ബർത്തിൽ, അതായത് നമ്മളിപ്പോൾ ലോവർ ബർത്തിലാണ് ഉള്ളത്, ഈ ഒരു ലോവർ ബർത്തിൽ നിന്ന് പുറത്തോട്ടുള്ള വിൻഡോ വ്യൂ ഇത്ര ഒരു ബസ്സിൽ നമ്മൾ കാണാൻ പറ്റില്ല. ഇത്രയാണ് സാധാരണ വിൻഡോ വ്യൂ കിട്ടില്ല. ഇത്ര ഇതിൻ്റെ പകുതി ഇല്ലാത്ത ബസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കട്ട് ചെയ്ത് താഴോട്ട് താഴ്ത്തി ഏകദേശം ഒരു 20-25 സെൻറ്റിമീറ്ററോളം കൂടുതൽ വിൻഡോ വ്യൂ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു സംഭവം ചെയ്തത്. നല്ലൊരു വ്യൂ തന്നെ അവർക്ക് കിട്ടിയത്. അത് ചെയ്തത് കൊണ്ട് പുറത്തോട്ട് നല്ലൊരു വ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ഫീലായിരുന്നു ഉണ്ടാവുക. അതെന്തായാലും ഇതിന് ഇല്ല. അതായിരുന്നു ഞാൻ വിചാരിച്ച ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അതില്ല, സെറ്റാണ് കേട്ടോ അത്. ആ കാര്യമൊക്കെ നല്ലൊരു വ്യൂ ഉണ്ടാവും. പിന്നെ താഴെ ബർത്തിന് അവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ, പിന്നെ നല്ലൊരു ബാക്ക് സപ്പോർട്ട്, സ്കാനിയ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ട്. മൊബൈൽ ഫോൺ ഹോൾഡർ അവിടെ ഉണ്ട്. എക്സ്ട്രാ ചാർജിങ് USB ഫുൾ സൈസ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
വണ്ടിന്റെ ഫസ്റ്റ് സൈഡ് വ്യൂ നിങ്ങൾ കണ്ടോ? ഈ പമ്പിൽ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. സൂപ്പർ ലുക്കാണ് കേട്ടോ വണ്ടിന്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. സ്കാനിയ ബസ് ഇത്രയും ഭംഗിയിൽ ഞാൻ ഇതിന്റെ മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ലുക്കില്ലേ? നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോളൂ ഇതിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്യേണ്ടത് പുഞ്ചിരി ട്രാവൽസ്.in, പിന്നെ ഇവർക്കായിട്ട് ആപ്പ് ഉണ്ട്, പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ സൈഡ് നോക്കി നേരം NL01B2431 ആണ് വണ്ടിൻ്റെ നമ്പർ വരുന്നത്. പിന്നെ ഈ സൈഡിൽ ധോണിൻ്റെ ഫോട്ടോ ആണ് ഉള്ളത്, അതായത് MS ധോണിൻ്റെ ഫോട്ടോ ആണ് ഈ സൈഡിൽ. പുഞ്ചിരിൻ്റെ വണ്ടികളൊക്കെ ഒന്നെങ്കിൽ മൂവി ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാർ, പണ്ട് പാണ്ട, പിന്നെ അതേപോലെ പീകോക്കിൽ ഇവരെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വണ്ടി സെയിലായിപ്പോയി. പക്ഷേ ഈ വണ്ടി ഇവർ നിലനിർത്തിട്ടോ. അതായത് പുതിയ വണ്ടിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് BS4 വണ്ടികൾ കേട്ടോ. അടിപൊളി പവർഫുൾ എഞ്ചിനാണ് ഇതിൻ്റെത്. അപ്പം ഈ സൈഡിൽ പിങ്ക് കളറിൽ ബ്ലൂവും വൈറ്റോട് മിക്സഡ് ഉള്ളൊരു സംഭവമാണ്. നല്ല രസം കേട്ടോ. ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. വണ്ടിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളിലോട്ടുള്ള വ്യൂ, വോൾവോൻ്റെ ഒരു വ്യൂവും കിട്ടുന്നുണ്ടല്ലോ. ആ ഗ്ലാസ് അങ്ങനെ ഒരു ബോഡി കട്ട് ചെയ്ത് താഴ്ത്തിയതിനെ കൊണ്ടാണ് ആ ഒരു വ്യൂ ഇതിന് കിട്ടുന്നത് കേട്ടോ. സ്കാനിയ ബിസിനസ് ക്ലാസ് സ്ലീപ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലോട്ടുള്ള പല സ്ലീപ്പർ വണ്ടികളിലും സ്കാനിയ കൺവേർട്ട് ചെയ്ത വണ്ടികളിലും ഇതേപോലെ വ്യൂ ഇങ്ങനെ കാണാൻ കഴിയില്ല കേട്ടോ. ഇതുവരെ പറഞ്ഞ് പ്രത്യേകം നന്ദിന്ന് ചെയ്യിച്ചതാണ്. സംഗതി എന്തായാലും അടിപൊളി, കൊള്ളാം. ഈ സൈഡിലും സെയിം ടൈപ്പാണ് കേട്ടോ ഇവർ വരുന്നത്. MS ധോണിൻ്റെ ഒരു ഗ്രാഫിക്സ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്കാനിയ ബിസിനസ് ക്ലാസ് സ്ലീപ്പറിന് അവിടെ എഴുതിയിട്ടുണ്ട്. പുഞ്ചിരി ട്രാവൽസ്.in വെബ്സൈറ്റ്, ആപ്പ്, അങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്ക് ഫ്രണ്ടിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡീസൽ ടാങ്ക് വരുന്നത്. ഫസ്റ്റ് റീഫില്ലിംഗ് ആണ് കേട്ടോ. ഏകദേശം 118 ലിറ്റർ ഡീസൽ അടിച്ചു. അത്യാവശ്യം വലിയ ടാങ്കാണ്, 400-500 ലിറ്റർ ടാങ്കുകളായിരിക്കും. ഫുൾ ടാങ്കാണ് ഫസ്റ്റത്തെ ഡീസൽ അടിക്കലാണ്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഇതാണ് നമ്മളെ ഡ്രൈവർ ക്യാബിന് വരുന്നത്. ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പുതിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ AC യൂണിറ്റ്, AC കൺട്രോൾ സംഭവങ്ങളൊക്കെ ഇവിടെ. സ്പീഡ് മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓടോയിൽ വരുന്നത് 5,81,497 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ, ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ RPM മീറ്റർ, താഴെ എയറിൻ്റെ ഇത്, ഈ സൈഡിൽ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മീറ്റർ ഇങ്ങനെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ. ഒരു മൈക്ക് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്കാനിയ ഒപ്റ്റിക്രൂസ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഗിയർ ഇങ്ങനെ കാണാൻ പറ്റില്ല സോറി. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ എവിടെയാണ് ഇതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും വരുന്നത് കേട്ടോ. ഇതിൻ്റെ വലിയ അണ്ടാവിലോട്ട് 270 ലിറ്റർ ഡീസൽ അടിച്ചിട്ടും ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 10-200 ലിറ്റർ ഡീസൽ കൂടിയൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. 356 ലിറ്റർ 31,707 രൂപേൻ്റെ ഡീസലാണ് അടിച്ചത്. ഡീസലിന് റേറ്റ് 58.94 അവിടെ. വണ്ടി അത്യാവശ്യം ഡ്രൈ ആയിരുന്നു. 80 ലിറ്ററോളം ഡീസൽ മാത്രമേ ഇതിലുണ്ടായിരുന്നുണ്ടോ. 450 ലിറ്ററാണ് നമ്മുടെ ടാങ്ക്. 6 അടിയിലധികം ഹൈറ്റുള്ള, അതായത് 185 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എനിക്ക് ഇതിൽ സീറ്റിൽ ഇരുന്നിട്ട് ഇവിടെ ഇത്രയും ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഈ ബാക്ക് സപ്പോർട്ടും ഹെഡ് റെസ്റ്റും ഒക്കെ അടിപൊളിയാണുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് പിക്കപ്പ് മടിവാളയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് മടിവാളയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ തൊട്ട് ഇവിടെ നിന്നല്ല, സാധാ ഇതിൻ്റെ പുഞ്ചിരി ട്രാവൽസിൻ്റെ എല്ലാ പിക്കപ്പ് പോയിൻറ്റും നാളെ തൊട്ട് അവൈലബിൾ ആവട്ടോ. നമ്മൾ വണ്ടി കിട്ടാൻ കുറച്ച് ലേറ്റായി. വണ്ടി ഓൾറെഡി സിംഗസാന്ദ്രയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മടിവാളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രാൻഡ് ന്യൂ ബസ്സിലോട്ട് കയറുന്ന പാസഞ്ചേഴ്സ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അതിന് പുഞ്ചിരിൻ്റെ സ്കാനിയ സ്ലീപ്പർ അതിലധികവും ഇവർക്ക് റെഗുലർ പാസഞ്ചേഴ്സാണ്. അത് മോസ്റ്റ്ലി എല്ലാവരും ഒരു വട്ടം തന്നെങ്കിലും പുഞ്ചിരിയിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് ഉണ്ടാവുക. എന്തായാലും നമുക്ക് ലാസ്റ്റ് പാസഞ്ചർ റിവ്യൂ കൂടി ഉൾപ്പെടുത്താൻ നോക്കാം. ഫോട്ടോ ഇട്ട് തന്നാൽ മതി. സിൽക്ക് ബോർഡ് പിക്കപ്പിലാണ് കേട്ടോ ഉള്ളത്. നല്ല ഹെവി ട്രാഫിക് ആണ് കേട്ടോ. ഇന്ന് വണ്ടിയിലുള്ള എല്ലാവർക്കും ലഡു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്.
അങ്ങനെ കൃഷ്ണഗിരി നമ്മൾ ഡിന്നർ ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്ടോ. ഹോട്ടൽ ശരവണ ഭവനിലാണ് കേട്ടോ ബ്രേക്ക്. നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം ബാംഗ്ലൂർ ട്രിവാൻഡ്രം റൂട്ടിലെ പുഞ്ചിരിൻ്റെ മൂന്നാമത്തെ വണ്ടി, അതായത് ഫസ്റ്റത്തെ പേര് 9600 വണ്ടി, വിജയിൻ്റെ ലിവറിലുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് 8 മണിക്കാണ് അവിടെ നിന്ന് എടുക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നത്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. എന്താ ലുക്ക് ഈ വണ്ടി, എനിക്ക് തോന്നുന്നു 9600 ലുക്കുള്ള വണ്ടി ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സൂപ്പർ ലുക്കാണ് എന്തായാലും. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് വോൾവോൻ്റെ B11R എടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുന്ന ഈ വണ്ടിൻ്റെ കളർ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഈ 3D പെയിൻറ്റിങ് പോലത്തെ ഈ ഒരു ഗ്രാഫിക്സ് അടിപൊളി, ഒരു രക്ഷയില്ല. ആലഞ്ചേരി ഗ്രാഫിക്സ് ആ ടീമാണ് ഇത് ചെയ്തത്. കൊള്ളാം എന്തായാലും. അപ്പുറം മുരഹരൻ്റെ വോൾവോ B11R സ്ലീപ്പർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതും ബാംഗ്ലൂർ ട്രിവാൻഡ്രം റൂട്ടിലാണ്. KSRTC സ്വിഫ്റ്റ് B11R വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഒരുപാട് വേക്കിലായിരിക്കും ഉണ്ടാവുക. എല്ലാം സ്ലോ റണ്ണിങ് ആണ്. ഇപ്പം ഇങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. ഡ്രൈവർ മാത്രം മാറും. പിന്നെ വണ്ടി ഓഫ് ചെയ്ത് അത്ര ദിവസമായ പിന്നെ അവസാനം വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ട് അന്ന് വാൾവ് കൊണ്ട് കയറ്റിയത്. അത് കമ്പനി വാസിൽ വന്നിട്ട് ഓഫായി വണ്ടി. അവർ ഓഫ് ചെയ്യില്ല, വണ്ടി ക്രാസ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഓഫായത് വണ്ടി ലെഫ്റ്റ് തന്നെ പാസ്സാവും.
അണ്ണാ ഓ നിങ്ങള് വണ്ടിയുടെ ഇതൊക്കെ പറഞ്ഞു എന്നെ ഇറക്കണോട്ട് ഇറക്കണ കരൂരില്ലേ കരൂര് മറ്റേ എത്തിയില്ല ധർമ്മപുരി എത്തിയില്ല മറ്റേ ഫ്ലൈ ഓവറിലെയോ ആ അതിന്റെ അവിടെ എച്ച് പമ്പ് നമ്മ ബോഡി പോയിന്റ് തന്നെ എന്തോ തരാം അതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ റൂം പിന്നെ കൂട്ടാൻ ഇനി ആര് വരാൻ ഷിജു നാട്ടിൽ പോയി ചെറുക്കനെ അവിടെ ഇട്ടിട്ടുണ്ട് നീ നാളെ എങ്കേറെ പോണ എങ്കിയാതെ ഈ എത്ര കൊണ്ടുവാക്കണം അത് സിമെന്റ് കെട്ട് അടക്കി വെച്ചിരുന്നു സിമെന്റ് കെട്ട് എങ്ങനെ അടക്കി പടങ്ങിട്ടുണ്ട് ശാമളം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡ്രൈവറാണ് ഡ്രൈവർ 400-450 രൂപ പെയിന്റ് ആക്കാം വണ്ടികളില് പാസഞ്ചർ ഉണ്ടോ ഇല്ലയോ ലഗേജ് 10,000 ലഗേജ് ആ വണ്ടി
പൈസ Investment. അതന്നെ. +1 series. ഓക്കെയാ കട്ട്. റൈറ്റ് 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 റൈറ്റ്. റൈറ്റിലേ പോടും, റൈറ്റിലേ പോടും. റൈറ്റിലേ വരല്ലേ. പിന്നെ വന്ന പാലസ്ഥലം മാത്രമേ പോകുന്നത്. സമയം 1:45 നമ്മൾ ആരതി ഹോട്ടലിൽ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പം നല്ല സ്പീഡൊക്കെ കീപ്പ് ചെയ്ത് ടൈമിങ് കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അവിടുന്ന് എടുത്ത ആ ഒരു ലൈറ്റ് ഓടി പിടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ബ്രേക്കാണ്. ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ടോയ്ലറ്റ് ബ്രേക്ക്. ഈ ഒരു സമയത്ത് ഒരു ടോയ്ലറ്റ് ബ്രേക്ക് പറഞ്ഞാൽ ഓക്കെ ആണ്, കറക്റ്റ് ടൈമാണ്. നല്ല തണുപ്പുള്ള AC ആയിരിക്കും, പുതിയ AC കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടോയ്ലറ്റ് പോകാനുണ്ടാവും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇവരെല്ലാവരും എന്താ നോക്കി നിൽക്കുന്നതെന്നറിയോ? ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പം എല്ലാവരും നോക്കി നിൽക്കുന്നു.
ഒരു മണിക്കൂറിന്റെ കൊട്ടിയത്ത് ചേർത്ത് പോകുന്നത്. പിന്നെ സ്കാനിയുള്ള ആക്സിഡന്റിന്റെ കാർഡ് വെച്ചാൽ എന്നാ കൂടി വേണ്ടത് ചാടി വലിച്ച് കീറിയാണ്ട് പോകും. അഡ്വാൻസ് ബാംഗ്ലൂർക്ക് കോട്ടയം സ്കാനിയ സ്ലീപ്പർ അരിസ്റ്റോ സമയം 7:49. നമ്മളങ്ങനെ രാവിലെ 7 മണിയെല്ലാം ആയപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിട്ടോ. നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പിംഗ് കംഫർട്ട് ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇതിൽ കിടന്ന് ഉറങ്ങിട്ടോ. നല്ല സൂപ്പർ കംഫർട്ടാണ്. വണ്ടിക്ക് ബോഡി റോളെല്ലാം വളരെ കുറവാണ്. ഫ്രണ്ടിലോട്ടുള്ള ഒരു സസ്പെൻഷൻ ആക്ഷനാണ് വരുന്നത്, സൈഡിലോട്ടല്ല. അപ്പോൾ അതുകൊണ്ട് കടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഞാൻ കൊല്ലം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ കിഡ്ലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സ്കാനിയ കൺവേർട്ടഡ് സ്ലീപ്പറിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലം പുഞ്ചിരിൻ്റെ കൊട്ടിയത്തുള്ള പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊല്ലത്താണ് ഇതിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ. ട്രിവാൻഡ്രം കഴിഞ്ഞ പാടെ കയറി കിടന്നതായിരുന്നു. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി. അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ കൊല്ലത്തുള്ള പാർക്കിങ്ങിലോട്ട് നമ്മൾ വണ്ടി കയറ്റിയിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹാച്ച് ഓപ്പൺ ചെയ്ത് തരാം അതിൽ വന്നതാണ് കേട്ടോ അത്. അപ്പോൾ 5,82,303 കിലോമീറ്റർ, അത് ഏകദേശം ഒരു 900 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ട്രിപ്പ്. 10:12 ആയ സമയത്താണ് കൊല്ലത്ത് പാർക്കിങ്ങിൽ നമ്മൾ എത്തിയത് കേട്ടോ. അപ്പം വണ്ടിയെല്ലാം പാർക്കിങ്ങിൽ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു യാത്രാ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പുഞ്ചിരിൻ്റെ കൂടെ. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പുഞ്ചിരി travels.in കയറിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, റെഡ് ബസ്സിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈ ഫ്രം കൊല്ലം.